ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1292 കുംഭമാസം 30-ാം തീയതി, അതായത് 2017 മാർച്ച് മാസം 14-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം 34 നാഴിക അത്തവും ബാക്കി ചിത്തിരയുമാണ്. അതേപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും അതുപോലെ തന്നെ ജ്യോതിഷപരമായ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഗുരുസ്ഥാനീയനായ നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ബഹുമാനം നിറഞ്ഞ തിരുമേനി, എൻ്റെ പേര് സുരിജ. സഹോദരന് വേണ്ടിയാണ് കത്തെഴുതുന്നത്. പേര് സുമേഷ്. സ്ഥലം ബത്തേരി. ചേട്ടൻ 3 വർഷത്തോളമായി ശാരീരികമായി അസുഖം അനുഭവിക്കുന്നു. 2003 വിവാഹിതനായി. ഒരു പെൺകുട്ടിയുണ്ട്. ദാമ്പത്യം പിരിഞ്ഞു. ചേട്ടന് പുനർവിവാഹ യോഗമുണ്ടോ, അതോ പഴയ ഭാര്യയുമായി ഒത്തൊരുമിച്ച് പോകാൻ സാധിക്കുമോ? ശാരീരികമായും മാനസികമായും വളരെ വിഷമം അനുഭവിക്കുന്നു. സ്വന്തമായ ഒരു വീടുമില്ല. തിരുമേനി ഇതിനാവശ്യമായ പരിഹാരം നിർദ്ദേശിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഗ്രഹനില പരിശോധിച്ചതിൽ ചൊല്ലാം ലഗ്നാധിപൻ 3-ലും അഷ്ടമത്തിൽ സർപ്പവും കുജനും ചേർന്ന് നിൽക്കവേ ഇത്തരം ഗ്രഹനിലക്കാർ കാശിക്കും സർവനന്മകളും ബുദ്ധി മോശത്താൽ താനേ നഷ്ടീഭവിപ്പതും ധ്രുവം. 50 വയസ്സോളം ഇവരമ്പമ്പോ ബുദ്ധി ചാപല്യം കാട്ടിടും. 50 വയസ്സോളം ബുദ്ധി ചാപല്യം കാണിക്കുവാനും അതുപോലെ തന്നെ പലതരത്തിലുള്ള മണ്ടത്തരത്തിൽ ചെന്ന് ചാടുവാനും ഒക്കെയുള്ള സാധ്യതകളെ സൂചിപ്പിക്കുന്നു എന്നാണ് ഒറ്റ വാക്യത്തിൽ ആചാര്യന്മാർ പറയുന്നത്. ലഗ്നാധിപൻ 3-ാം ഭാവത്തിൽ നിന്ന് മറയുകയോ, അതായത് പ്രത്യേകിച്ച് മിഥുന ലഗ്നത്തിൻ്റെ അധിപൻ ബുധൻ 3-ാം ഭാവത്തിൽ സൂര്യക്ഷേത്രത്തിൽ നിൽക്കുകയും അഷ്ടമത്തിൽ ചൊവ്വയും സർപ്പവും കൂടി നിന്ന് പരിപോഷിക്കപ്പെടുകയോ അതിനെ ഒത്താശ ചെയ്യുകയും 4-8 സ്ഥാനത്തേക്ക് ചൊവ്വ വിശേഷ ദൃഷ്ടിയോടുകൂടി ആരെ നോക്കുന്നുവോ 4-ാം ഭാവത്തിലേക്കും 8-ാം രാശിയിലേക്കും ക്രൂര പാപഗ്രഹമായ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം വിശേഷ ദൃഷ്ടിയോടുകൂടി 4-8 രാശികളിലേക്ക് നോക്കുന്നു എന്നാണ്. ആ നോക്കുന്നത് ബുധനെ ആണ്, ആ ലഗ്നാധിപനെയാണ്. 50 വയസ്സോളം ഇവരമ്പമ്പോ ബുദ്ധി ചാപല്യം കാട്ടിടും. ആശിക്കും സന്തമങ്ങളും ബുദ്ധിമോശത്താൽ താനേ നഷ്ടീഭവിപ്പതും ധ്രുവം. അപ്പോൾ 50 വയസ്സ് വരെ പലവിധ ബുദ്ധിമോശങ്ങളും അബദ്ധങ്ങളും അമളികളും ഒക്കെ കാട്ടിക്കൂട്ടി വെക്കുമെന്നും അതിനുശേഷം അത് ഇല്ലായ്മ ചെയ്യുമെന്നും ജാതക നിലയിലുണ്ട്. ഉപകാരമാണ് ഇദ്ദേഹത്തിന് ഈ ഭാര്യയുമായി ഒത്തൊരുമിച്ച് പോകാനുള്ള ബുദ്ധിമുട്ട് വന്നിരിക്കുന്നതും അതുപോലെ തന്നെ പിരിഞ്ഞു നിൽക്കുന്നതും ചിലപ്പോൾ അതോടുകൂടി കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതും ഒക്കെ ഈ ലഗ്നാധിപൻ അഷ്ടമത്തിൽ നിൽക്കുകയും ലഗ്നാധിപൻ 3-ാം ഭാവത്തിൽ നിൽക്കുകയും അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയും സർപ്പവും 3-ാം ഭാവാധിപനെ ദൃഷ്ടി ചെയ്യുകയും 50 വയസ്സോളം ബുദ്ധിചാപല്യത്താൽ പലതരത്തിലുള്ള മാലിന്യങ്ങൾ അകപ്പെടാൻ സാധ്യതയുള്ളതും ഒക്കെ ഇതാണ് കാണുന്നത്. ഇതിന് ബുധൻ്റെ പത്മം ഇട്ട് ഒരു 15 ദിവസം പേരും നക്ഷത്രവും ചേർത്ത് ജലഗന്ധ പുഷ്പധൂപദീപ ജലാന്തം, പ്രകൃതിയിലെ ജലത്തിന് പകരമായ ജലവും ഭൂമിക്ക് പകരമായ ചന്ദനവും ആകാശത്തിൻ്റെ പ്രതീകമായ പുഷ്പവും ഓക്സിജൻ്റെ പ്രതീകമായ ധൂപവും അതുപോലെ തന്നെ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ പ്രതീകമായ ദീപവും അതുപോലെ തന്നെ അന്നവും നിവേദിച്ച് ജലഗന്ധ പുഷ്പധൂപദീപ ജലാന്തം വിധിപ്രകാരം ബുധപത്മമിട്ട് ബുധപൂജ ചെയ്യുകയും അക്ഷരലക്ഷം ബുധ സ്തോത്ര മന്ത്രങ്ങളാൽ ജപിച്ച് സിദ്ധിയാക്കിയ ബുധയന്ത്രം ധരിക്കുകയും മരതകപ്പച്ച എന്ന എമറാൾഡ് രത്നം 4 ക്യാരറ്റ് ഫസ്റ്റ് ക്വാളിറ്റി പുരുഷരത്നം വാങ്ങി വലത് കൈയിലെ ബുധവിരലിൽ ബുധനാഴ്ച ദിവസം ധരിച്ചു വരികയും ചെയ്തു വന്നാൽ ഈ പ്രസ്തുത ദോഷത്തിൻ്റെ കാഠിന്യങ്ങൾ മാറിക്കിട്ടും. അല്ലേ തന്നെ 50 വയസ്സോളം ആയതുകൊണ്ട് ഈ കത്ത് വന്നതും ഇതിൻ്റെ പരിഹാരവും എല്ലാം അതാണ് സൂചിപ്പിക്കുന്നത്. പ്രിയങ്കു കരികാശ്യാമം രൂപേണോ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണാപേദോ തം ബുധം ഫലദോസ്മ്യഹം. ഇപ്രകാരം
ബുധനെ പ്രകീർത്തിക്കുന്ന ബുധസ്തോത്രങ്ങൾ ചൊല്ലി മരതകരം ധരിച്ചു വന്നാൽ പ്രസ്തുത ബുദ്ധിമോശ ദോഷം മാറിക്കിട്ടുകയും 50 വയസ്സ് വരെ ചെയ്ത ബുദ്ധിമോശങ്ങൾ മാറുകയും 50-ന് ശേഷം മഹാഭാഗ്യവാനായിത്തീരുന്നതും ചെയ്തു പോയ അബദ്ധങ്ങൾക്ക് പുനഃപരിശോധന ചെയ്ത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുവാനും മേലിൽ ഇത്തരം മണ്ടത്തരങ്ങൾ ഒന്നും വരാതിരിക്കുന്നതിനും ഭാര്യാസമേതം വീണ്ടും വിളിച്ചൊന്ന് ജീവിക്കാനും ഇടയാകുന്നതാണ്. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.